ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്നു ശൗൽ. തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യനായിരുന്നു ശൗൽ. 1 ശമൂവേൽ 9 വായിക്കുമ്പോൾ ശൗലിന്റെ ഏതാനും വിശിഷ്ട ഗുണങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ശൗൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനായിരുന്നു. ദൈവം പേര് നോക്കി തിരഞ്ഞെടുക്കുന്നവനല്ല. ഒരിക്കൽ തൻ്റെ അപ്പനായ കീശിന്റെ കഴുതകളെ കാണാതെ പോയി. അപ്പൻ ശൗലിനോട് ഒരു ഭൃത്യനെയും കൂട്ടി കാണാതെ പോയ കഴുതകളെ അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. അവർ എഫ്രയീം ദേശത്തും ശാലേം ദേശത്തും ബെന്യാമീൻ ദേശത്തും അന്വേഷിച്ചു, കണ്ടില്ല. സൂഫ് ദേശത്ത് എത്തിയപ്പോൾ ശൗൽ അപ്പനെക്കുറിച്ച് ഓർത്തു. അപ്പൻ നമ്മെ കാണാതായാൽ വിഷമിക്കും, അതിനാൽ മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. ശൗൽ പിതൃസ്നേഹി ആയിരുന്നു. ശൗൽ ദൈവപുരുഷനെ മാനിക്കുന്നവനായിരുന്നു. അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ ഉണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. ശൗൽ തൻ്റെ ഭൃത്യനോട്, നാം പോകുന്നു എങ്കിൽ ആ പുരുഷന് എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ, ദൈവപുരുഷനെ കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭൃത്യൻ ശൗലിനോട്, എൻ്റെ കയ്യിൽ 1/4 ശേക്കെൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്ന് ഉത്തരം പറഞ്ഞു. 1 ശമൂവേൽ 9:6 മുതൽ 8 വരെ. ശമൂവേൽ ബെന്യാമിൻ ഗോത്രത്തിനെ വിളിച്ചു വരുത്തി. കീശിന്റെ മകനായ ശൗലിന് ചീട്ട് വീണു. അവനെ രാജാവാക്കുവാൻ ശ്രമിച്ചപ്പോൾ അവൻ ഒളിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് അധികാരങ്ങൾ ആഗ്രഹിക്കാത്തവൻ ആയിരുന്നു ശൗൽ. അതുകൊണ്ട് തന്നെ ശമൂവേൽ ശൗലിനെ തിരഞ്ഞെടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ, ജയ ജയ എന്ന് ആർത്തു. 1 ശമൂവേൽ 10:24. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്ന ശൗൽ എങ്ങനെ ദൈവസന്നിധിയിൽ നിന്നും തള്ളപ്പെട്ടു എന്ന് തിരുവെഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നീണ്ട വർഷത്തേക്കാണ് ശൗലിനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്തത്. എന്നാൽ 2 സംവത്സരം മാത്രമാണ് ശൗൽ രാജാവായി വാണത്. യഹോവ ശൗലിന് നൽകിയ സിംഹാസനത്തിൽ നിന്നും ശൗലിനെ മറിച്ചിടുവാൻ തക്ക കാരണങ്ങൾ ഉണ്ടായിരുന്നു. 1, യഹോവയിൽ നിന്നും രാജപദവി എന്ന അധികാരം ലഭിച്ചപ്പോൾ അഭിഷേകം കയ്യിലെടുത്തു. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് ശൗലും ജനവും ഗിൽഗാദിൽ ശമൂവേൽ പ്രവാചകനായി കാത്തിരുന്നു. എന്നാൽ പ്രവാചകൻ ഉദ്ദേശിച്ച സമയത്ത് വരാത്തതിനാൽ ശൗൽ ദൈവകൽപ്പനയെ മറന്നു. അഭിഷേകം കരങ്ങളിലെടുത്തു. ശൗൽ ഇങ്ങനെ പറഞ്ഞു, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. 1 ശമൂവേൽ 13:9. ഹോമയാഗം തീർന്നപ്പോൾ ശമൂവേൽ എത്തി. യഹോവയുടെ കൽപ്പന ധിക്കരിച്ചു തന്നെത്താൻ ഹോമയാഗം കഴിച്ച ശൗലിനോട് ശമൂവേൽ ഇങ്ങനെ പറഞ്ഞു, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ്കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. 1 ശമൂവേൽ
13-14 വീണ്ടും ശൗൽ യഹോവയുടെ കൽപ്പന ധിക്കരിച്ചു. യഹോവ അമാലേക്യരെ തോൽപ്പിച്ചു. അവർക്കുള്ളതൊക്കെയും നശിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ശൗലും ജനവും അവരെയൊക്കെ തോൽപ്പിച്ചു. എന്നാൽ യഹോവ അവിടെയുള്ള സകലതും നശിപ്പിക്കണമെന്ന് അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ ദൈവകൽപ്പനയെ അവർ മറന്നു. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആടുമാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. 1 ശമൂവേൽ 15:9. അനുഗ്രഹങ്ങളും ശാപങ്ങളും ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ശൗൽ അനുഗ്രഹീതനാകുവാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നു. കാഴ്ചയിൽ ചെറിയ കുലമായിട്ടും ഇസ്രായേൽ ഗോത്രത്തിന് മുഴുവനും യഹോവ ശൗലിനെ രാജാവാക്കി. എന്നാൽ ദൈവീയ അനുഗ്രഹങ്ങൾ ഓരോന്നായി വന്നു ചേർന്നപ്പോൾ ശൗൽ ദാതാവിനെ മറന്നു, ദൈവ കൽപ്പനകളെ ധിക്കരിച്ചു, തന്നിഷ്ടപ്രകാരം യാഗം കഴിച്ചു, കൽപ്പനകളെ മറന്നു. ശമൂവേൽ ശൗലിനോട് ചോദിക്കുന്നു, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. 1 ശമൂവേൽ 15:22. ശൗലിന്റെ രാജത്വം യഹോവ നീക്കിക്കളഞ്ഞു. ബെന്യാമീൻ ഗോത്രം തള്ളപ്പെട്ടു. യഹൂദാ ഗോത്രത്തിന് അധികാരം വന്നു ചേർന്നു. ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ഉണ്ടായ ഗുണങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ശൗൽ പുറന്തള്ളപ്പെടുവാൻ ഉണ്ടായ കാരണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളയാം. ഇങ്ങനെ ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തു. ശൗൽ ദൈവസന്നിധിയില് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച ആദ്യ നാളുകളെ പോലെ നമുക്കും അനുസരിക്കാം. നാം ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിക്കുവാൻ പാടുള്ളതല്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തല ആക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ആവർത്തന പുസ്തകം 28:13. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.